ഹലോ മക്കളെ, നമ്മുടെ ഷാരോസ് ഓൺലൈൻ അക്കാദമിയുടെ ആദ്യത്തെ ക്ലാസ്സാട്ടോ. അപ്പോൾ എല്ലാ മക്കളും വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. നന്നായി പഠിച്ച് നല്ല മിടുക്കി കുട്ടികളാവണം കേട്ടോ. മിടുക്കന്മാരും മിടുക്കികളാവണം. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ആദ്യത്തെ ഭാഗമാണ്. ആദ്യം നമുക്ക് അതിൻ്റെ ഉള്ളടക്കം ഒന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ നമുക്ക് 4 യൂണിറ്റുകളാണ് വരുന്നത്. ഒറ്റയല്ലൊരു ജീവിയും, വ്യാധികൾ പടരാതിരിക്കാൻ, ജലം, നിത്യജീവിതത്തിൽ, ജീവനുള്ള വിത്തുകൾ. ഇങ്ങനെ 4 യൂണിറ്റുകളാണ്. നമുക്ക് വളരെ ഈസി ആയിട്ടും വളരെ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഈ ചാപ്റ്ററൊക്കെ നല്ല രീതിക്ക് പഠിച്ചെടുക്കാം. എല്ലാ മക്കളും ടീച്ചറിൻ്റെ ഈ ചാനൽ, മിസ്സിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ എന്താണ്? ഒറ്റയല്ലൊരു ജീവിയും. എന്താ കൊടുത്തേക്കണേ? ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ചിത്രത്തിൽ എന്താ കാണിച്ചേക്കണേ? ഒരു പക്ഷിയുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട് മക്കളെ? ഒരു മീനുണ്ടല്ലേ. അപ്പോൾ പിന്നെ കുറേ മരങ്ങളുണ്ട്, കുളമുണ്ട്, ഇതൊക്കെ ഉണ്ട് അല്ലേ. നമ്മൾ ഈ ചിത്രത്തിൽ എന്താ അവർ പറഞ്ഞേക്കുന്നേ? ചിത്രം നിരീക്ഷിക്കൂ. ചിത്രത്തിലെ പക്ഷി ഏതാണ്? കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു പക്ഷിയെ നിങ്ങൾ? ഏതാണ് നമ്മുടെ ചിത്രത്തിലെ ഈ പക്ഷി? പക്ഷിയുടെ കളറ് കൊണ്ട് തന്നെ നമുക്കതിൻ്റെ പേര് പറയാൻ പറ്റും അല്ലേ. നീല കളറാണ്. അപ്പം നീല വെച്ചിട്ട് തുടങ്ങുന്ന പക്ഷിയുടെ പേരെന്താ? അതെ, നീലപ്പൊന്മാനാട്ടോ. അപ്പം എന്താണ്? ചിത്രത്തിൽ കാണുന്ന പക്ഷി നീലപ്പൊന്മാനാണ്. പൊന്മാൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ പൊന്മാൻ എന്തിനാ ഇങ്ങനെ നോക്കിയിരിക്കണം മീനിനെ? അറിയോ? ചിത്രത്തിൽ നമുക്ക് അങ്ങനെയല്ലേ കാണാൻ പറ്റണേ. എന്തിനാ ഇങ്ങനെ ഊഴം പാത്തിരിക്കുകയാണ്? എന്തിനാ ഇങ്ങനെ കൊത്തിയെടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഈ പക്ഷി ഏതാണ് എന്നുള്ള ചോദ്യത്തിന് എന്താ ഉത്തരം പറയുക? നീലപ്പൊന്മാൻ. ഇവയുടെ പ്രധാന ഭക്ഷണം എന്താണ്? ചിത്രത്തിൽ തന്നെ കാണുന്നുണ്ട്. ആളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആരെ കഴിക്കാൻ? മീനിനെ കഴിക്കാൻ. അപ്പം അതിൽ തന്നെ നമുക്കതിൻ്റെ ഉത്തരം കിട്ടല്ലേ. പ്രധാന ഭക്ഷണം എന്താണ്? മീനാണ്. ഇനി ഈ പക്ഷി സാധാരണ എവിടെയാണ് കാണുന്നത്? അപ്പോൾ ഇപ്പോൾ എവിടെയാണ് ആ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റണേ? കുളത്തിൻ്റെയൊക്കെ ഒരു കുളത്തിൻ്റെയൊക്കെ സൈഡിലുള്ള ഒരു മരച്ചില്ലയിലിരിക്കുക അല്ലേ ആൾ. അപ്പോൾ നമുക്കതിൽ നിന്ന് തന്നെ അതിൻ്റെ ഉത്തരം കാണാം. എവിടെയാണ്? കുളക്കരയിലുള്ള മരങ്ങളിലൊക്കെയാണ് ആൾ കൂടുതലായിട്ട് കാണുന്നത്. ഇനി അടുത്തെന്താ പറയണേ? എന്താണ് ഇതിന് കാരണം? ഈ കുളക്കരയിൽ ഉള്ള മരങ്ങളിൽ തന്നെ വന്നിരിക്കാനുള്ള കാരണം എന്താണ്? എന്തായിരിക്കും അതിൻ്റെ കാരണം? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എന്തായിരിക്കും അത്? എന്താണെന്ന് ഇപ്പം തന്നെ എൻ്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ കാരണമാണ് അവിടെ താഴെ ഒരു ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കതൊന്ന് വായിച്ചിട്ട് എന്താണെന്ന് നോക്കാം. നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ എന്താ പറയണേ? നദിയുടെ തീരങ്ങളിൽ അല്ലെങ്കിൽ കുളക്കരയിലൊക്കെ അവിടെ ഓരോ മാളങ്ങളുണ്ട്. അത് മരത്തിലുള്ള മാളങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ള സ്ഥലത്തൊക്കെയാണ്, കുളത്തിൻ്റെ കരയിലോ നദിയുടെ കരയിലോ ഒക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അതായത് ഈ ജലസ്രോതസ്സുകളൊക്കെ ഉള്ള ഭാഗങ്ങളിൽ. എന്തിനു വേണ്ടിയിട്ടാണ്? ആളുടെ ആഹാരം ആയിട്ടുള്ള മീൻ അവിടെയാണ് കൂടുതലുള്ളതല്ലേ. കുളത്തിലും നദിയിലും ജലസ്രോതസ്സുകളിലും ഒക്കെ മീൻ കൂടുതൽ കാണപ്പെടും. അപ്പോൾ അവിടെ താമസിക്കുമ്പോൾ വിശക്കുമ്പോൾ ആൾക്ക് ഓടിപ്പോയി മീനിനെ കൊത്തിപ്പെറുക്കി കഴിക്കാമല്ലോ അല്ലേ. അപ്പോൾ അതൊരു എളുപ്പമല്ലേ. നമുക്ക് ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ പോയി താമസിക്കുക അല്ലേ, നമുക്ക് പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ എന്താ ചെയ്യുക? നമുക്ക് ഹോട്ടലൊക്കെ ഇല്ലേ അടുത്തടുത്ത്, നമുക്ക് പെട്ടെന്ന് പോയി ഫുഡ് മേടിച്ച് കഴിക്കാം. ഭയങ്കര ദൂരമുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ ഒരു വിഷമം വരില്ലേ. അപ്പോൾ പൊന്മാൻ എന്താ ചെയ്തേണേ? ആൾക്ക് ഭയങ്കര എളുപ്പമാണ് ജലസ്രോതസ്സിൽ അടുത്ത് താമസിക്കുമ്പോൾ. വിശക്കുമ്പോൾ ടപ്പേന്ന് പോയിട്ടൊരു മീനിനെ പിടിച്ച് കഴിക്കാമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ആൾ എന്ത് ചെയ്യണേ? പെട്ടെന്ന് മീനിനെ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ്
കൂടുതലായിട്ട് മനസ്സിലായില്ലേ സാധാരണയായിട്ട് പൊന്മാൻ എന്തുകൊണ്ടാണ് ഇവിടെ താമസിക്കുന്നതെന്ന്? ഓക്കെ, ഇനി അടുത്ത് നോക്കാം. പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. വിവിധതരം ജീവികൾ കഴിക്കുന്ന ആഹാരം എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ജീവികൾ എന്തൊക്കെയായിരിക്കും? ഒന്ന് പറഞ്ഞേ. എല്ലാവർക്കും അറിയാവുന്നതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എന്തൊക്കെയുണ്ടാവും? നമ്മുടെ ചുറ്റും കാണുന്ന നമ്മൾ വീട്ടിൽ വളർത്തുന്ന ജീവികളുണ്ടല്ലേ, നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, കിളികളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും കാണുന്ന എന്തൊക്കെയുണ്ട്? ആടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ ജീവികളുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മൾ നായയെ വളർത്തും അല്ലേ. നായയെ വളർത്തുമ്പോൾ നായയ്ക്ക് നമ്മൾ എല്ലാ ഫുഡും കൊടുക്കും. അതായത് നമ്മൾ എന്തൊക്കെ ഫുഡ് കൊടുക്കും, നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫുഡും നായയ്ക്ക് കൊടുക്കും. ചിക്കനും മട്ടനും പിന്നെ അതുപോലെ തന്നെ എല്ലാ കറികളൊക്കെ കൂട്ടി കുഴച്ചിട്ട് കൊടുക്കുക. പക്ഷെ നമ്മൾ അതേ വീട്ടിൽ തന്നെ നമ്മളൊരു പശുവിനെ വളർത്താണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ ഈ പശുവിന് ഈ ചിക്കനും മട്ടനും ഒക്കെ കൊണ്ട് കൊടുക്കുമോ? ഇല്ല. ചിക്കനും മട്ടനും ഒന്നും പശു കഴിക്കില്ല കേട്ടോ. അതിന് വേറെ ആഹാരങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഓരോ ജീവികൾക്കും എന്താണ് വ്യത്യസ്ത തരം ആഹാരങ്ങളാണ് അവ കഴിക്കുന്നത്. എല്ലാവരും എല്ലാ ആഹാരവും കഴിക്കില്ല അല്ലേ. നമ്മൾ മനുഷ്യരിൽ തന്നെ വെജിറ്റേറിയൻസ് ഉണ്ടാവും അല്ലേ. ചിക്കനും മുട്ടയും മീനും ഒന്നും കഴിക്കാത്ത ആളുകളുണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവികളിലുമുള്ള സസ്യാഹാരം മാത്രം കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെ നമ്മൾ സസ്യാഹാരികൾ അല്ലെങ്കിൽ സസ്യഭോജികൾ എന്നൊക്കെ വിളിക്കും. അത് നമുക്കിനി പഠിക്കാം കേട്ടോ. അതുപോലെ തന്നെ മാംസാഹാരം മാത്രം കഴിക്കുന്നവരുണ്ട്. മാംസാഹാരം മാത്രം കഴിക്കുന്നവരെ ഇപ്പോൾ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുക? ആ പേര് നമ്മൾ സസ്യാഹാരികൾ പറഞ്ഞതുപോലെ മാംസാഹാരികൾ എന്ന് പറയും. ചിലരുണ്ട് ഇത് രണ്ടും കഴിക്കില്ലേ, അങ്ങനെയും ചിലരുണ്ട്. നമ്മളിപ്പോൾ ചിലപ്പോൾ കറിയൊന്നും ഇല്ലാത്തപ്പോഴും നമ്മൾ നായ്ക്ക് നമ്മളെ വീട്ടിൽ വളർത്തുന്ന പട്ടിക്കുട്ടിക്ക് ചോറ് കൊടുക്കും ഉള്ള കറിയൊക്കെ വെച്ച്. അപ്പോഴും അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കഴിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമുക്കവയെ മിശ്ര ഭോജികൾ എന്ന് വിളിക്കാം. മിശ്രമാണ്, രണ്ടിൻ്റെയും ചേർത്ത് അവർ കഴിക്കുന്നത്. അപ്പോൾ മിശ്ര ഭോജികൾ എന്ന് നമുക്കതിനെ വിളിക്കാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കണേ? ആടിൻ്റെ പ്രധാന ആഹാരം. അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ, ആടിനെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആടിൻ്റെ പ്രധാന ആഹാരം എന്തൊക്കെയാണ്? ഒന്ന് പറഞ്ഞേ. സസ്യങ്ങളല്ലേ, ഇലയൊക്കെയാണ് കഴിക്കണേ അല്ലേ. ഇലയൊക്കെ കഴിക്കും. പിന്നെ നമ്മുടെ വെള്ളം കൊടുക്കുകയല്ലേ ആടിന്. അപ്പം സസ്യങ്ങൾ, ജലം, ഇതൊക്കെയാണ് ആട് കഴിക്കുന്നത്. സസ്യങ്ങളും ജലവുമാണ് ആട് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ സസ്യങ്ങളാണ് ആട് കഴിക്കുന്നത്. അതുപോലെ തന്നെ സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റു കുറേ ജീവികളുണ്ടല്ലേ നമ്മുടെ ചുറ്റും. ആടിനെ പോലെ തന്നെ വേറെ ആരൊക്കെയുണ്ട്? പശുവുണ്ട്. പിന്നെ ഇവിടെ 2 ജീവികളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ്? ആദ്യം കൊടുത്തേക്കുന്നത് എന്താണ്? മാനിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. മാൻ എന്താ കഴിക്കുക? ആഹാരങ്ങളാണ് കഴിക്കുന്നത്, സസ്യങ്ങളാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ മുയലും സസ്യങ്ങളാണ് കഴിക്കുന്നത്. അതായത് സസ്യാഹാരങ്ങൾ, ക്യാരറ്റ് തുടങ്ങിയ ആഹാരങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. ഇനി സസ്യാഹാരം കഴിക്കുന്ന വേറെ ഏതൊക്കെ ജീവികളുണ്ട്? ഒന്ന് പറഞ്ഞേ. പശു ഉണ്ടല്ലേ. പശു നമ്മളെ വീട്ടിൽ വളർത്തുന്നത് നമുക്കറിയാം. പുല്ലൊക്കെ അതിന് കൊടുക്കണേ. പശുവുണ്ട്, ജിറാഫുണ്ട്. ജിറാഫ് എന്താ കഴിക്കണേ? പുല്ല്, സസ്യാഹാരമാണ് കഴിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ക്ലാസ് അല്ലേ, അപ്പോൾ നമുക്ക് ഒരുപാടങ്ങ് എൻ്റെ കുഞ്ഞ് തലകളിലൊന്നും കയറാൻ പാടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ടീച്ചർ കുറച്ചായിട്ട് ആ വീഡിയോ ഇടുന്നത്. സമാധാനമായിട്ട് നല്ല രീതിക്ക് പഠിച്ചു പോകാൻ കണക്കിന് കുഞ്ഞു വീഡിയോസായിട്ടാണ് ഇടുന്നത്. ഇന്ന് പഠിപ്പിച്ചത് അത്രയും നല്ല കുട്ടികളായിട്ട് നല്ല വ്യക്തമായിട്ട് പഠിച്ചിട്ട് അടുത്ത ക്ലാസ് വന്ന് കാണണം കേട്ടോ. കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം. ടീച്ചർ എഴുതി തന്നില്ലേ കുറച്ച് നോട്ട്സൊക്കെ, ഇതിലും ആഡ് ആക്കി തന്നിട്ടില്ലേ ആൻസേഴ്സൊക്കെ, അതൊക്കെ എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ. പഠിച്ച് സെറ്റായിട്ട് വേണം അടുത്ത വീഡിയോ കാണാൻ. നമ്മുടെ ഫസ്റ്റ് വീഡിയോ അല്ലേ. അപ്പോൾ നമുക്കിന്ന് ഇത്രയും മതി. ഇപ്പോൾ നെക്സ്റ്റ് പാർട്ട് ഉടനെ തന്നെ ടീച്ചർ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കണു. മനസ്സിലാക്കി തന്നെ പഠിച്ചാൽ മതി. കുറേ ഫാസ്റ്റ് പോയിട്ടൊരു കാര്യമില്ലല്ലോ. നമുക്ക് മനസ്സിലാക്കി നല്ല രീതിക്ക് പഠിച്ചു പോകാം കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും
സപ്പോർട്ട് ടീച്ചറിന് ഉണ്ടാവണം. എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എന്താ ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിനും കൂടെ മനസ്സിലാക്കണ്ടേ, അപ്പോൾ അവർക്കും കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ടീച്ചർ അടുത്ത പാർട്ട് വരുന്നതായിരിക്കും, ഉടൻ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ബൈ.